എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്, അതായത് പൊട്ടറ്റോ എഗ്ഗ് കറിയാണ് കേട്ടോ. അപ്പോൾ ഇത് ചോറിൻ്റെ കൂടെ മാത്രമല്ല, നമുക്ക് അപ്പം, ഇടിയപ്പം, ചപ്പാത്തി ഇതിൻ്റെ കൂടെ ഒക്കെ കഴിക്കാം, ദോശ എല്ലാവരുടെ കൂടി കഴിക്കാൻ പറ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ. അപ്പോൾ ഈ കളർ കണ്ടാൽ ഇങ്ങനെയാണെന്നുണ്ടെങ്കിലും വളരെ അത്യാവശ്യം നല്ല എരിവും ഒക്കെ ഉള്ള, അതായത് കുരുമുളകും പച്ചമുളകുമാണ് ഇതിൽ ചേർത്തിട്ടുള്ളത്. അപ്പോൾ നല്ല എരിവോടൊക്കെ കൂടിയുള്ള നല്ലൊരു കറിയാണ്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം, വീഡിയോ ഫുള്ളായിട്ട് കാണണം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ഒക്കെ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ ശരി, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ റെസിപ്പി ആയിട്ടുള്ള പൊട്ടറ്റോ മുട്ടക്കറിയിലേക്ക് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഇതൊക്കെയാണ്. ആദ്യം തന്നെ മുട്ട വേണം, അത് അവനവന് ആവശ്യത്തിനനുസരിച്ച് എത്ര എണ്ണാച്ച എടുക്കുക. ഞാൻ ഇവിടെ ഒരു 4 മുട്ടയാണ് എടുത്തേക്കണേ. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല വലുപ്പത്തിലുള്ള 2 പൊട്ടറ്റോ പുഴുങ്ങിയിട്ട് പാകത്തിന് പുഴുങ്ങിയിട്ട് ഇതങ്ങനെ തൊലിയൊക്കെ കളഞ്ഞ് കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് എന്താ വെച്ചാൽ മീഡിയം സൈസിലുള്ള 2 സവോള, ഒരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്, കറിവേപ്പില എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൽ ചേർക്കേണ്ടത് മുളക് പൊടി കുറച്ച് ജസ്റ്റ് പേരിനെ ചേർക്കുള്ളൂ. പിന്നെ ചേർക്കേണ്ടത് എന്താ വെച്ചാൽ കുരുമുളക് പൊടിയാണ് കേട്ടോ. അപ്പോൾ അത് ചേർക്കേണ്ട സമയത്ത് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഇതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഒരു ഫ്രൈങ് പാൻ കേട്ടോ അടുപ്പത്ത് വെച്ചു, കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഉള്ളി പച്ചമുളകും അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. അത് നന്നായിട്ട് മൂത്ത് വരട്ടെ. അത് നന്നായി മൂത്ത് വന്നതിന് ശേഷം നമുക്ക് പിന്നെ വേണ്ടത് എന്താ അറിയോ, നാളികേരം അരച്ച് ശരിയാക്കണം. അതായത് നാളികേരം എങ്ങനെയാ വെച്ചാൽ നല്ല ഇളം നാളികേരം അങ്ങനെ നന്നായി അരച്ച് പേസ്റ്റ് പോലെ ആക്കി എടുത്താൽ മതി. അല്ലെങ്കിൽ എന്താ വെച്ചാൽ നമുക്ക് പാലെടുത്തിട്ട് അത് വേണമെങ്കിലും ഒഴിക്കാം. 2 ഓപ്ഷൻ ഉണ്ട്. പക്ഷേ നന്നായി പേസ്റ്റ് പോലെ അരച്ചൊഴിക്കണമെന്നും കുഴപ്പമൊന്നുമില്ല, അങ്ങനെ ചെയ്താൽ മതി. ഞാനപ്പോൾ അങ്ങനെ അരച്ചൊഴിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഈ ഉള്ളി ഇട്ടിട്ട് നമുക്ക് 4 പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട്, അതും കൂടി ഇത് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് വരണ്ട് വരട്ടെ കേട്ടോ. അതിനുശേഷം മാത്രം കറിവേപ്പില ചേർത്ത് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ കറിവേപ്പില ആകെ വാടിപ്പോകും. അപ്പോൾ അത് കാരണം കറിവേപ്പില ആദ്യം തന്നെ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഉള്ളി ഒന്ന് നന്നായിട്ട് വരട്ടി വരട്ടെ, ഒരുപാട് ഇതാവണ്ട, എന്നാലും ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരട്ടെ കേട്ടോ. അപ്പോൾ നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് സോഫ്റ്റായി വരട്ടെ. ഉള്ളിയും പച്ചമുളകൊക്കെ നന്നായി മൂത്ത് വന്നു കേട്ടോ. ഈ സമയത്ത് നമുക്ക് ഇത് വേണമെങ്കിൽ ഉള്ളി ഇടുമ്പോഴും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ എന്തായാലും ഇപ്പോഴാണ് ചേർത്ത് കൊടുക്കണം, അപ്പോൾ ഇട്ട് കൊടുക്കാൻ മറന്നു. അപ്പോൾ ഇപ്പോൾ ഉപ്പ് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ വേണമെങ്കിൽ നമുക്ക് രണ്ടാമത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് ഇതിൽ ചേർക്കേണ്ട പൊടികളാണ് കേട്ടോ. അപ്പോൾ പൊടികൾ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, മുളക് പൊടി നമ്മൾ ചേർക്കണില്ല. ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, വളരെ കുറവ്, അതായത് ഇത് ഒരുപാട് മഞ്ഞ കളറൊന്നും ആവാൻ പാടില്ല, ജസ്റ്റ് ഒരു കളറിന് കേട്ടോ. ഒരുപാട് കളറാവേണ്ട ആവശ്യമില്ല. അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് 1 സ്പൂൺ നമുക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണം. മല്ലിയുടെ ഒരു മണം ഇതിൻ്റെ ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് മല്ലിപ്പൊടി, കുറേയൊന്നും ആവശ്യമില്ല. എപ്പോഴും പറയാം, ഒരു സ്പൂണ് മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കൊണ്ടു കേട്ടോ. അത് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിൽ ചേർത്ത് കൊടുക്കേണ്ടത് കുരുമുളക് പൊടിയാണ് കേട്ടോ. അപ്പോൾ ഇതൊന്നും ആദ്യം നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മല്ലിപ്പൊടിയും മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്ത് നന്നായി മൂത്ത് വന്നു. ഈ സമയത്ത് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിലെന്താ വെച്ചാൽ ചുവന്ന മുളക് ചേർക്കണില്ല, അതിനനുസരിച്ച് എരിവിന് ചേർത്ത് കൊടുക്കണം. പിന്നെ 4 പച്ചമുളക് ഇട്ടുണ്ട്, അത് ഓർമ്മ വേണം. ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഓരോരുത്തർക്കും എത്ര എരിവാണ് വേണ്ടത് എന്നനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാൻ എൻ്റെ അളവിനാണ് ചേർക്കുന്നത്. അപ്പോൾ ഇതൊന്ന് നന്നായി മൂത്തെടുക്കുക. ഇത് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു ടൊമാറ്റോ നന്നായി പഴുത്തത് ഇതിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ. അതും കൂടി ഇതിൽ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തൊക്കെ നന്നായി മൂത്ത് വന്നപ്പോൾ ഒരു 2 കറിവേപ്പില അങ്ങനെ ഇട്ട് കൊടുത്തു. ഈ കറിവേപ്പില എന്താണെന്നറിയോ, ആദ്യം ചേർത്ത് കഴിഞ്ഞാൽ ആകെ ഒരു ക്രിസ്പി ആയിട്ട് അങ്ങോട്ട് മുരുമുരാന്നാവും. അപ്പോൾ അത് വേണ്ടാച്ചിട്ടാണ് കേട്ടോ പിന്നീട് ചേർക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് അത്യാവശ്യം നല്ലൊരു വലിയ തക്കാളി നന്നായി പഴുത്തത് ഇതിലിങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കി ചേർത്ത് കൊടുക്കാം. ഇനി ഈ തക്കാളി ചേർത്ത് കൊടുത്താണ്ടല്ലോ കുറച്ച് നേരം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. ഇത് അടച്ച് വെച്ച് വേണമെങ്കിൽ ഒരു തുള്ളി ചൂടുവെള്ളം ചേർത്ത് കൊടുത്തിട്ട് അടച്ച് വെച്ച് വേവിച്ച് ഈ തക്കാളി നല്ല സോഫ്റ്റായി വരുന്ന വരെ വെയിറ്റ് ചെയ്യണം കേട്ടോ. അത് നന്നായിട്ട് സോഫ്റ്റായിട്ട് വരട്ടെ. അപ്പോൾ 2 മിനിറ്റ് നേരം തക്കാളി അടച്ച് വെച്ച് വേവിച്ചപ്പോൾ ഇങ്ങനെയായിട്ടോ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമുക്ക് നമ്മുടെ നാളികേരം അരച്ച് വെച്ചത് ഒഴിച്ചു കൊടുക്കാം. അത് നാളികേരം ഞാൻ പറഞ്ഞല്ലോ, അരച്ചൊഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ പാലെടുക്കാം. അപ്പോൾ ഈ അരയ്ക്കുമ്പോൾ എപ്പോഴും അധികം മൂക്കാത്ത നാളികേരം വേണം അരയ്ക്കാൻ. അപ്പോഴാണ് കേട്ടോ നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ, ഒരു ചെറിയ മധുരത്തോട് കൂടിയിട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അത് നമുക്ക് അരച്ചത് ചേർത്ത് കൊടുക്കാം. നാളികേരം അരച്ചത് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇത് ചേർത്ത് കൊടുത്തിട്ടാണ് നമുക്ക് പൊട്ടറ്റോ ഒക്കെ ചേർക്കേണ്ടത്. ഇതൊന്ന് നാളികേരം ഒഴിച്ച് അതിൻ്റെ പാലൊക്കെ ഇവിടെ ഇറങ്ങി വന്നിട്ട് വേണം നമുക്ക് പൊട്ടറ്റോ ഓൾറെഡി വേവിച്ചിട്ടല്ലേ വെച്ചിരിക്കുന്നത്, പുഴുങ്ങിയിട്ടാണ് വെക്കേണ്ടത് കേട്ടോ.
അപ്പോൾ അതൊക്കെ ഇതാക്കിയിട്ട് നല്ലോണം നാളികേരമൊക്കെ തുടച്ചെടുത്ത് നമ്മൾ ഇരിക്കുന്നത് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതൊന്നും അങ്ങോട്ട് തിളച്ചിട്ട് ഇതിൻ്റെ പാലിങ്ങനെ വരട്ടെ കേട്ടോ. അതായത് നാളികേരത്തിൻ്റെ പാല് ഈ കറിയിൽ അങ്ങോട്ട് മിക്സ് ആവട്ടെ. അപ്പോൾ നമുക്ക് പൊട്ടറ്റോ ഇട്ട് കൊടുക്കാം. നാളികേരം ഒഴിച്ച് നന്നായി തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമുക്ക് ആദ്യം പൊട്ടറ്റോ ചേർത്ത് കൊടുക്കാം. മുട്ട പിന്നെയാണ് ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ പൊട്ടറ്റോ നമ്മളിങ്ങനെ ഇത് പുഴുങ്ങി വെച്ചതാണ്. അപ്പോൾ വെന്ത തന്നെയാണ് ഓൾറെഡി. അപ്പോൾ ഇതിങ്ങനെ ഒരു 2 മിനിറ്റ് ഇതൊന്നിങ്ങനെ വേവിട്ടെ. ഇതിൻ്റെ ഈ മസാലകളൊക്കെ പിടിക്കട്ടെ. കുരുമുളക്, പച്ചമുളക്, നാളികേരത്തിൻ്റെ ആ ഒരു ടേസ്റ്റ് ഒക്കെ ഇതിലേക്ക് പിടിക്കട്ടെ കേട്ടോ. ഒരു 2 മിനിറ്റ് അങ്ങനെ അങ്ങോട്ട് വേവട്ടെ. അത് കഴിഞ്ഞാൽ ഇത്രയായി കഴിഞ്ഞാണ്ടല്ലോ നമുക്കൊരു കാര്യം ചെയ്യാം. ഇനി മുട്ടയൊന്നും കഴിക്കാത്ത ആൾക്കാർക്ക് ഇതിന്ന് വേണമെങ്കിൽ മാറ്റി വയ്ക്കാം. അപ്പോൾ അങ്ങനെ ഉണ്ടാവുമല്ലോ വീട്ടിലെ ആൾക്കാർ. അപ്പോൾ അങ്ങനെ അതായത് വെജിറ്റേറിയൻസിന് ഇത്രയായി കഴിഞ്ഞാൽ ഈ മുട്ട ഇടാണ്ട് ഇങ്ങനെ അങ്ങോട്ട് കുറച്ച് കറി മാറ്റി വയ്ക്കാം കേട്ടോ. ഇതൊന്ന് 2 മിനിറ്റ് ഈ പൊട്ടറ്റോയ്ക്ക് ടേസ്റ്റ് ഒന്ന് പിടിക്കട്ടെ. അപ്പോൾ പൊട്ടറ്റോയിലൊക്കെ നന്നായി മസാല പിടിച്ചു. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താ പറയുക, ഉപ്പൊക്കെ പാകാണോ നോക്കിയിട്ട് ഉപ്പ് വേണ്ടി ചേർത്ത് കൊടുക്കണം. കാരണം മുട്ട ചേർത്ത് കൊടുത്താൽ ഒട്ടും ഇളക്കാൻ പാടില്ല കേട്ടോ. 2 മിനിറ്റ് ഒട്ടും ഇളക്കാൻ പാടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാം നോക്കുക. അതിനുശേഷം നമുക്ക് ഓരോ മുട്ട ഇങ്ങനെ ഹാഫാക്കിയിട്ട് ഇങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കണം. അപ്പോഴാണ് അത് കാണുമ്പോൾ നമുക്കൊരിത് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കണം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. കഴിക്കണത് എങ്ങനെയാണെന്ന് വെച്ചാൽ എങ്ങനെയായാലും പൊട്ടിച്ചിട്ടല്ലേ കഴിക്കുക. അപ്പോൾ അതാ ഇങ്ങനെ കട്ടാക്കിയിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇത് ഇട്ട് നമ്മൾ ഒരുപാട് ഇളക്കാൻ പാടില്ല. ഈ മസാലകളില്ലേ അതിങ്ങനെ ഇതിലേക്ക് ഇങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി. അല്ലാണ്ട് മുട്ട ഇട്ടിട്ട് ഇളക്കണ്ട കേട്ടോ. അപ്പോൾ മുട്ടയിലത്തെ അതില്ലേ മഞ്ഞയൊക്കെ പോകും. അപ്പോൾ അതങ്ങനെ ചേർത്ത് കൊടുത്ത് പൊതിഞ്ഞ പോലെ ആക്കുക. എന്നിട്ട് കുറച്ച് നേരം അടച്ചു വയ്ക്കണം നമുക്ക്. അപ്പോൾ അതിലേക്ക് അങ്ങോട്ട് ആ മണമൊക്കെ ശരിക്കും കുരുമുളകിൻ്റെ മണമൊക്കെ അങ്ങോട്ട് പിടിക്കും കേട്ടോ. അപ്പോൾ മുട്ടയൊക്കെ അങ്ങനെ കട്ട് ചെയ്ത് വെച്ച് കൊടുത്തു. ഇനി നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ആ മസാലയൊക്കെ ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയുമോ, ഇതിൽ കുരുമുളകിൻ്റെ ഫ്ലേവറാണ് കൂടുതൽ നിൽക്കുന്നത്. അപ്പോൾ ലാസ്റ്റ് നമുക്കൊരു കാര്യം ചെയ്യാം. ഒരു നുള്ളുകൂടി കുരുമുളക്, കുറേയൊന്നും ചേർക്കണ്ട കേട്ടോ. കാരണം അത്യാവശ്യത്തിൽ കുരുമുളക് ആദ്യം ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഒരു നുള്ളുകൂടി മുകളിൽ കൂടെ ചേർത്ത് കൊടുക്കുക. ഗ്യാസ് ഓഫാക്കുക. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഒരു 4 കറിവേപ്പില കൂടി അതിൽ ചേർത്ത് കൊടുക്കുക. ഒരു നല്ല മണത്തിനായിട്ട് കേട്ടോ. അത്രയാണ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇനി ഇത് 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് നമുക്ക് അങ്ങോട്ട് കഴിക്കാം കേട്ടോ. പിന്നെ സെർവ് ചെയ്യാം. അപ്പോൾ അതാണ് ഇതിൻ്റെ കാര്യം. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഇത് കളർ ഇങ്ങനെയാണല്ലോ, ഇത് ചോറിനൊക്കെ എങ്ങനെ കൂടും. പക്ഷേ സൂപ്പർ ടേസ്റ്റാണ്. പിന്നെ കുരുമുളകിൻ്റെയും പച്ചമുളകിൻ്റെയും ഉണ്ടല്ലോ ഫ്ലേവർ നന്നായിട്ട് നിൽക്കണ കാരണം തന്നെ വളരെ ടേസ്റ്റിയാണ്. ഇത് ചോറിൻ്റെ കൂടെ മാത്രമൊന്നുമല്ല, ചപ്പാത്തിയുടെ കൂടെ, അപ്പത്തിൻ്റെ കൂടെ, ഇടിയപ്പത്തിൻ്റെ കൂടെയൊക്കെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മുട്ട കൊണ്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. പൊട്ടറ്റോ മുട്ട കറിയാണ്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റാണ്. കളർ കണ്ടിട്ട് വിചാരിക്കരുത് അയ്യോ ഇത് എരിവില്ലാത്തതാണല്ലോ എന്ന്. അങ്ങനെയല്ല, നല്ല എരിവാണ്. കുരുമുളകിൻ്റെ എരിവ് അറിയാലോ, ഒരു പ്രത്യേക എരിവാണ്. പിന്നെ പച്ചമുളകും ഉണ്ട്. അപ്പോൾ അത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ശരി, എന്നാൽ അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും വീണ്ടും നന്ദി, നമസ്കാരം.